കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരവേദിയിൽ പ്രതിഷേധവുമായി മഞ്ഞപ്പട. ലീഡേഴ്സ് ഓർ ലയേഴ്സ് എന്നെഴുതിയ ബാനറുമായാണ് മഞ്ഞപ്പട പ്രതിഷേധിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നത്. ഗാലറിയിൽ നിശബ്ദരായിരിക്കുമെന്നും മഞ്ഞപ്പട പറയുന്നു. അനിൽ വാസുദേവ് ഉണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ. അനിൽ, ഈ പ്രതിഷേധം സ്വാഭാവികമാണ്, അത് പ്രതീക്ഷിച്ചിരുന്നതുമാണ് അല്ലേ? യഥാർത്ഥത്തിൽ മത്സരവേദിയിലെ പ്രതിഷേധം എത്രത്തോളം കടുപ്പിക്കും അവർ? ലീഡേഴ്സ് ഓർ ലയേഴ്സ് എന്ന വാചകത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഈ മഞ്ഞപ്പട ആരാധകർ പറയാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. എന്താണ് നിലവിൽ അവിടുത്തെ സാഹചര്യം? തീർച്ചയായും കടുത്ത പ്രതിഷേധത്തിൽ തന്നെയാണ് മഞ്ഞപ്പട ഉള്ളത്. കാരണം അവർ ഈ സീസണിന് മുന്നേ തന്നെ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. ടീമിന്റെ സ്ട്രാറ്റജി പോരാ, സൈനിങ് പോരാ എന്നൊക്കെ തന്നെ. പക്ഷേ അതിനകത്ത് ഒരു തരത്തിലുള്ള നടപടികൾക്കും ഈ ടീം മാനേജ്മെന്റ് തയ്യാറായില്ല. അതിന്റെ ഫലം ടീം ഈ സീസണിൽ ഇതുവരെ അനുഭവിച്ചു കഴിഞ്ഞു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം 12 മത്സരങ്ങളിൽ 7 തോറ്റ് 11ാം സ്ഥാനത്താണ് നിലവിൽ ടീം. ഇങ്ങനെ തന്നെ പോവുകയാണെങ്കിൽ ഒരുപക്ഷെ പ്ലേ ഓഫ് സാധ്യത പോലും ടീമിന് ഇല്ലാതിരിക്കും. അതുകൊണ്ടാണ് കൂടുതൽ കടുപ്പിക്കാൻ, കൂടുതൽ കടുത്ത പ്രതിഷേധത്തിലേക്ക് പോകാൻ മഞ്ഞപ്പട തയ്യാറായത്. അവരെത്തിയത് ലീഡേഴ്സ് ഓർ ലയേഴ്സ് എന്നെഴുതിയ ഒരു കറുത്ത ബാനറുമായാണ്. ഇതിലൂടെ ഉന്നമിടുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റിനെ തന്നെയാണ്. നിങ്ങൾ നേതൃത്വത്തിലുള്ളവരാണോ അതോ നുണയന്മാരാണോ? അതായത് ഇതുവരെ നൽകിയ വാഗ്ദാനങ്ങളെല്ലാം പൊള്ളയായിരുന്നു, നുണയായിരുന്നു എന്ന് തന്നെയാണ്. ഈ പുറമെ വലിയ രീതിയിലുള്ള മുദ്രാവാക്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും ഗാലറിയിൽ അവർ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് കോപ്പ് കൂട്ടുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഈ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ മഞ്ഞപ്പട ഈസ്റ്റ് ഗാലറിയിൽ ഒരിക്കൽ പോലും അവർ ഇരുന്നു കൊണ്ട് കളി കാണുന്നവരല്ല. മത്സരം തുടങ്ങി ആ 90 മിനിറ്റും നിന്നുകൊണ്ടാണ് കളി കാണുക. പക്ഷേ ഇന്ന് അതിന് വ്യത്യസ്തമായി യാതൊരു തരത്തിലുള്ള ആരവുമില്ലാതെ സാധാരണ പോലെ നിലത്തിരുന്ന് അല്ലെങ്കിൽ ഇരുന്നു കൊണ്ട് കളി കാണുക എന്നത് തന്നെയാണ് ടീം മാനേജ്മെന്റ് നൽകുന്ന ഏറ്റവും വലിയ ഒരു സന്ദേശം എന്നുള്ളത്. നിങ്ങൾ ഇനിയും തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ ഈ പ്രതിഷേധം തുടരുമെന്ന് തന്നെയാണ്. ഒപ്പം ബാനറും അതുപോലെ വൈക്കിംഗ് ക്ലാപ്പ്, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അതൊക്കെ തന്നെ ആരാധകർക്ക് അറിയാവുന്നതാണ്. താരങ്ങളും ഒപ്പം തന്നെ ഗാലറിയും തമ്മിലുള്ള വൈക്കിംഗ് ക്ലാപ്പ് അതും ഇന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇപ്പോൾ ആരാധക കൂട്ടായ്മ പറയുന്നത്. എന്തായാലും മത്സരത്തിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വലിയൊരു തിരിച്ചടിയാണ് ഇന്ന് നേരിട്ടിരിക്കുന്നത്. അവരുടെ സൂപ്പർ താരം ഈ സീസണിൽ ഇതുവരെ 9ഓളം ഗോൾ നേടിയ ഹെസൂസ് സിവനെ ഇന്ന് കളിക്കുന്നില്ല എന്നുള്ളത് വലിയ തിരിച്ചടിയാണ്. കാരണം അദ്ദേഹത്തെ ആശ്രയിച്ചാണ് മുന്നേറ്റ നിരയിലെ കാര്യങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ മത്സരങ്ങളിൽ ഉണ്ടായിരുന്നത്. ഇനി ഹിമിനെ ഇല്ലാത്തത് വലിയ തിരിച്ചടിയാണ്. എന്നാൽ മുഹമ്മദൻ സ്പോർട്ടിംഗ് ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിനേക്കാൾ പരാജയമായ ടീമാണ്. ആ ടീമിനെതിരെ ഇന്ന് ജയിച്ച് ഈ ആരാധക പ്രതിഷേധം ഇല്ലെങ്കിൽ വലിയ തുടർത്തോൽവികളുടെ ഈ പരമ്പര അതൊക്കെ തന്നെ അവസാനിപ്പിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിനാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒപ്പം തന്നെ ഗോപി സൂചിപ്പിച്ച പോലെ തന്നെ ആരാധകർ എന്ത് തരത്തിലുള്ള പ്രതിഷേധമായിരിക്കും ഗാലറിയിൽ നടത്തുന്നത് എന്നുള്ളതാണ് മത്സരം പോലെ തന്നെ ഏറ്റവും ഉറ്റുനോക്കപ്പെടുന്നത്. അനിൽ, അത് ശരിയാണ്. അനിൽ പറഞ്ഞ പോലെ തന്നെ എന്ത് പ്രതിഷേധം അല്ലെങ്കിൽ ഏത് സ്വഭാവത്തിലുള്ള പ്രതിഷേധമായിരിക്കും അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പോകുന്നത് എന്നത് ഈ മത്സരത്തെ പോലെ തന്നെ നമ്മളിൽ ആകാംക്ഷ ഉണർത്തുന്ന കാര്യമായി മാറിയിരിക്കുന്നത്. ഇത്തവണ ജയിക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് കരുതാം. ഏതായാലും ലീഡേഴ്സ് ഓർ ലയേഴ്സ് എന്ന ബാനർ ഉയർത്തിക്കൊണ്ടുള്ള ആ പ്രതിഷേധം അത് ഗൗരവമുള്ള ഒരു പ്രതിഷേധമായി തന്നെ നമ്മൾ കാണേണ്ടതുണ്ട്. കാരണം ആ വാക്കുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അതിന്റെ തീവ്രതയിൽ അവർ ആ പ്രതിഷേധ ബാനറിൽ പ്രയോഗിച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കും.